ഒട്ടനവധി അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു കൊച്ചുഗ്രഹമാണല്ലോ നമ്മുടെ ഭൂമി. ആ അത്ഭുതങ്ങളിൽ ഭൂരിഭാഗവും പ്രകൃതിയാൽ നിർമ്മിതമായതും മറ്റു ചിലത് മനുഷ്യനിർമ്മിതവുമാണ്. അത്തരത്തിൽ മനുഷ്യർ നിർമ്മിച്ചിട്ടുള്ള ഭൂമിയിലെ ചില അത്ഭുത നിർമ്മിതികളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നമുക്ക് അറിയുക പോലുമില്ലാത്ത പലതും നമ്മുടെ ചുറ്റുമുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. ഏതായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഫാവലാസ്, ബ്രസീൽ എന്ന് കേൾക്കുമ്പോൾ ഫുട്ബോൾ ആയിരിക്കും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരിക. എന്നാൽ നമ്മുടെ ഇന്ത്യയിലെ ചേരികൾ പോലെയുള്ള ബ്രസീലിലെ പ്രദേശങ്ങളാണ് ഫാവലകൾ. മുകളിൽ തട്ടുതട്ടുകളായി വീടുകൾ നിർമ്മിക്കുന്ന ഒരു രീതിയാണിത്. ചേരികളെന്ന് പറയുമ്പോൾ ഭക്ഷണത്തിന് പോലും വകയില്ലാത്തവർ താമസിക്കുന്ന പ്രദേശങ്ങളാണിതെന്ന് തെറ്റിദ്ധരിക്കരുത്. വെള്ളവും വൈദ്യുതിയും റോഡും സ്കൂളും ബാങ്കും ആശുപത്രിയും അടക്കമുള്ള സൗകര്യങ്ങളുള്ള ഫാവലകളും നിലവിലുണ്ട്. എങ്കിലും ഇവിടെയുള്ളവരിൽ പലരും അപകടകാരികളാണ് എന്നുള്ളതാണ് സത്യം. ഇവിടെ എത്തുന്ന സഞ്ചാരികളെ പലപ്പോഴും ഇവർ ആക്രമിച്ച് പലതും മോഷ്ടിച്ചെടുക്കാറുണ്ടത്രേ. ബ്രസീലിലെ വലിയ നഗരങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഫാവലകൾ കൂടുതലായി കാണപ്പെടുന്നത്. 19-ാം നൂറ്റാണ്ടിലാണ് ഇത്തരത്തിലുള്ള ഫാവലകൾ ബ്രസീലിൽ പ്രസിദ്ധമാകുന്നത്. കൂടാതെ ഈ ഫാവലകളിൽ ചില പ്രദേശങ്ങൾ ഗ്യാങ്സ്റ്ററുകളുടെയും ലഹരിമരുന്ന് കടത്തുകാരുടെയും കേന്ദ്രങ്ങളാണ് എന്നും റിപ്പോർട്ടുകളുണ്ട്. കൂടാതെ ബ്രസീലിൻ്റെ 6% പോപ്പുലേഷനും ഇത്തരത്തിലുള്ള ഫാവലകളിലാണത്രേ താമസിക്കുന്നത്. കൂടാതെ ഫാവലകളെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം ഇവിടെയുള്ള ജനസംഖ്യയാണ്. റോക്കീന എന്ന സ്ഥലത്താണ് ബ്രസീലിലെ ഏറ്റവും വലിയ ഫാവലയുള്ളത്. ഇവിടെ 2 ലക്ഷത്തോളമാണ് ജനസംഖ്യ എന്ന് പറയുന്നത്. ദ ഹാങ്ങിങ് ടെമ്പിൾ, ചൈനയിലെ ഡാറ്റോങ് എന്ന സ്ഥലത്തെ ഹാങ്ങിങ് ടെമ്പിൾ ഓഫ് ഹെങ്ഷാൻ എന്നൊരു മനോഹരമായ ക്ഷേത്രമാണിത്. ഇതിന് ഈ പേര് വരാനുള്ള കാരണം ഇതൊരു മലഞ്ചെരുവിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. സത്യത്തിൽ ഈ ക്ഷേത്രം നിലകൊള്ളുന്നത് ഭൂനിരപ്പിൽ നിന്നും 350 അടിയോളം മുകളിലാണ്. പെട്ടെന്ന് കാണുമ്പോൾ ഈ മലഞ്ചെരുവിൽ നിന്നും ഈ പ്രദേശം താഴേക്ക് വീഴില്ലേ എന്ന് നമുക്ക് തോന്നുമെങ്കിലും നൂറ്റാണ്ടുകളായി ഈ ക്ഷേത്രം ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നിലകൊള്ളുന്നു എന്നുള്ളതാണ് സത്യം. ഈ ക്ഷേത്രത്തിൽ 40ഓളം റൂമുകളും സഞ്ചാരികൾക്ക് നടക്കാനായി ഒരുപാട് പാതകളുമുണ്ട്. നോർത്തേൺ വെയ് ഡൈനാസ്റ്റിയുടെ കാലത്ത്, അതായത് വർഷം 386-നും 534-നും ഇടയിലാണ് ഈ ക്ഷേത്രം മലഞ്ചെരുവിൽ നിർമ്മിക്കപ്പെട്ടതെന്ന് കരുതുന്നു. പിന്നീട് 1900-ൽ മലഞ്ചെരുവിൽ തുരന്ന് കൂടുതൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുകയായിരുന്നു. 1400 വർഷത്തിലേറെ ചരിത്രമുള്ള ക്ഷേത്രത്തിന് അതിനുശേഷം പലതവണ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടുമുണ്ട്. ഏതെങ്കിലും ഒരു മതത്തിനു വേണ്ടി മാത്രം ഉണ്ടാക്കപ്പെട്ടതല്ല ഈ ക്ഷേത്രം എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കൺഫ്യൂഷനിസം, താവോയിസം, ബുദ്ധമതം എന്നിവയെല്ലാം ഇവിടെ ഒരുപോലെ ആചരിക്കപ്പെടുന്നുണ്ട്. താഴെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് കെട്ടിടം മുഴുവൻ മലഞ്ചെരുവിൽ പറ്റി നിൽക്കുന്നതായാണ് തോന്നുക. ലിയോറാൻ എന്ന ഒരു സന്യാസിയാണത്രേ ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. സീലാൻഡ്, നിങ്ങളുടെ പേരിൽ സ്വന്തമായി ഒരു രാജ്യമുണ്ടായാൽ എങ്ങനെയുണ്ടാകും? അത്തരത്തിലുള്ള ഒരു വ്യക്തിയുടെ പേരിലുള്ള ഒരു രാജ്യമാണ് സീലാൻഡ്. വെറും 0.004 സ്ക്വയർ കിലോമീറ്റർ മാത്രം വലിപ്പമുള്ള ഈ രാജ്യത്ത് ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ചുള്ള ഏറ്റവും കൂടിയ ജനസംഖ്യ എന്ന് പറയുന്നത് വെറും 50 ആണ്. ഈ രാജ്യം ഔദ്യോഗികമായി പ്രിൻസിപ്പാലിറ്റി ഓഫ് സീലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഇംഗ്ലണ്ടിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ രാജ്യം സ്ഥിതി ചെയ്യുന്നത്. ഈ കുഞ്ഞൻ രാജ്യത്തിന് സ്വന്തമായി സൈന്യവും പതാകയും കറൻസിയും എല്ലാം ഉണ്ട് എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. 2ാം ലോക മഹായുദ്ധ സമയത്താണ് സീലാൻഡിനെ ബ്രിട്ടീഷുകാർ നിർമ്മിച്ചത്. ആ കാലത്ത് സൈന്യത്തിൻ്റെയും നാവികസേനയുടെയും കോട്ടയായി സീലാൻഡ് ഉപയോഗിച്ചിരുന്നു. UK അതിർത്തിക്ക് പുറത്താണ് സീലാൻഡ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് മറ്റൊരു കാര്യം. സമീപത്തെ അഴിമുഖങ്ങളിലെ പ്രധാന ഷിപ്പിംഗ് പാതകളെ സംരക്ഷിക്കുന്നതിനാണ് ഇവ ഉപയോഗിച്ചിരുന്നത്. പിന്നീട് ഈ മൗണ്ട്സെൽ കോട്ടകൾ 1956-ൽ നിർത്തലാക്കപ്പെട്ടു. അങ്ങനെ ഡീകമ്മീഷൻ ചെയ്ത ഈ റഫ്സ് ടവർ മുൻ ബ്രിട്ടീഷ് ആർമി മേജറായ റോയ് ബേറ്റ്സും കുടുംബവും വാങ്ങുകയായിരുന്നു. ആദ്യം അത് ഒരു പൈററ്റ് റേഡിയോ സ്റ്റേഷനായി ആരംഭിക്കുകയും പിന്നീട് റോയ് ബേറ്റ്സ് അതിനെ ഒരു പരമാധികാര രാഷ്ട്രമായി പ്രഖ്യാപിക്കുകയുമായിരുന്നു. തൻ്റെ ഭാര്യയെ സീലാൻഡിൻ്റെ രാജ്ഞിയായും തന്നെ രാജാവായും റോയ് പ്രഖ്യാപിക്കുകയായിരുന്നു. ഫ്ലോട്ടിംഗ് വില്ലേജ്, കംബോഡിയ. ഒരു തടാകത്തിൻകരയിലായി ഒഴുകി നടക്കുന്ന ഗ്രാമങ്ങൾ. ചിന്തിക്കുമ്പോൾ അതിശയോക്തി തോന്നാമെങ്കിലും അങ്ങനെയും ഒരു ജനത ജീവിക്കുന്നുണ്ട്. ഒരു തടാകക്കരയിൽ വഞ്ചികളിലും മറ്റും വീടുകളും കടകളും സ്ഥാപനങ്ങളും നിർമ്മിച്ച് ജീവിക്കുന്ന സമൂഹമാണിത്. കംബോഡിയയിലെ ടോൺലെ സാപ്പ് തടാകത്തിലാണ് ഈ ഫ്ലോട്ടിംഗ് വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. 170-ലധികം ഇത്തരം ഗ്രാമങ്ങൾ ഇവിടെയുണ്ടെന്നാണ് കണക്ക്.
പതിറ്റാണ്ടുകളായി ഇവിടുത്തെ ജനത ഇവിടെയാണ് താമസിച്ചു വരുന്നത്. വീടുകൾക്ക് പുറമെ നിരവധി സ്ഥാപനങ്ങളും മാർക്കറ്റുകളും ഹോട്ടലുകളും ആശുപത്രികളും ആരാധനാലയങ്ങളുമെല്ലാം ഇത്തരം ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. കംബോഡിയയിൽ താമസിക്കുന്ന വിയറ്റ്നാമീസ് വംശജരാണ് ഈ ഒഴുകുന്ന ഗ്രാമത്തിൽ താമസിക്കുന്നത്. കംബോഡിയയിലെ ഫ്രഞ്ച് ഭരണകാലത്ത് വിയറ്റ്നാമിൽ നിന്ന് കുടിയേറിയവരാണത്രേ ഈ ജനത. നിങ്ങൾക്കിവിടെ താമസിക്കാൻ ഒരവസരം ലഭിച്ചാൽ നിങ്ങൾ താമസിക്കുമോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഐലൻഡ് ലോഡ്ജ്. ഒറ്റപ്പെട്ട ഒരു ദ്വീപിൽ തലയുയർത്തി നിൽക്കുന്ന മനോഹരമായൊരു കുഞ്ഞു വീട്. കഥകളിൽ മാത്രം കേട്ടിട്ടുള്ള അത്തരത്തിലുള്ള ഒരു വീടുണ്ട് അങ്ങ് ഐലൻഡിൽ. എല്ലിഡൈ എന്ന ദ്വീപിലാണ് ഈ ഒറ്റപ്പെട്ട വീടുള്ളത്. അറ്റ്ലാന്റിക് സമുദ്രത്തെ അഭിമുഖീകരിച്ച് നിൽക്കുന്ന ഈ ദ്വീപിൽ ഈ ഒരു വീട് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം. ലോകത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ട വീടെന്ന പദവിയും ഈ വീടിനാണ്. സർക്കാർ കണക്കുകൾ പ്രകാരം മുൻപ് ഈ ദ്വീപിൽ 5 കുടുംബങ്ങൾ കഴിഞ്ഞിരുന്നു അത്രേ. 1930ഓടെ അവസാന കുടുംബവും ഈ ദ്വീപ് വിട്ടുപോവുകയായിരുന്നു. എന്നാൽ ഇന്ന് ഈ ദ്വീപും ഇവിടുത്തെ ഈ ദുരൂഹമായ വീടും ആരുടെ കൈവശമാണെന്നത് സംബന്ധിച്ച് പല വാദങ്ങളും നിലവിലുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ എല്ലിഡെ ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട് എല്ലിഡെ ഹണ്ടിംഗ് അസോസിയേഷന്റെ ഉടമസ്ഥതയിലാണുള്ളത്. 1950-ൽ പണി കഴിപ്പിച്ച ഈ വീട് അസോസിയേഷനിലെ അംഗങ്ങളുടെ ഹണ്ടിംഗ് ക്യാമ്പിനായാണ് ഉപയോഗിച്ചിരുന്നത്. വൈദ്യുതിയോ വെള്ളമോ ലഭ്യമല്ലാത്ത വീട്ടിൽ സ്ഥിര താമസവും ഇല്ലായിരുന്നു. ഏതായാലും ഈ വീട്ടിൽ താമസിക്കാൻ നിങ്ങൾക്കൊരവസരം ലഭിച്ചാൽ നിങ്ങൾ ഒറ്റയ്ക്കിവിടെ താമസിക്കുമോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ക്ലിഫ് വില്ലേജ്. പണ്ട് സ്കൂളിൽ പോകാനായി കിലോമീറ്ററുകളോളം നടന്ന കഥകൾ മുതിർന്നവർ പറഞ്ഞ് നമ്മൾ പലരും കേട്ടിട്ടുണ്ടാകും. എന്നാൽ അതിലും ഭീകരമായ അവസ്ഥകളുള്ള സ്ഥലങ്ങൾ ഇന്നും ലോകത്ത് പലയിടങ്ങളിലുമുണ്ട് എന്നതാണ് വാസ്തവം. സ്കൂൾ വിട്ട് വീട്ടിലെത്താനായി 1 കിലോമീറ്ററോളം കുത്തനെയുള്ള ഗോവണിയിൽ പിടിച്ച് മുകളിലേക്ക് കയറേണ്ടി വരുന്ന കുട്ടികളുടെ കഥ കേട്ടിട്ടുണ്ടോ? ചൈനയിലെ സിഷ്വാൻ പ്രവിശ്യയിലുള്ള ഷാവോജു കൗണ്ടിയിൽ അതുലിയർ എന്നൊരു പർവ്വത ഗ്രാമമുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും 1000 മീറ്ററിലധികം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രാമത്തിലേക്ക് ചെന്നെത്തുക എന്നത് വളരെ ദുർഘടം പിടിച്ച പണിയാണ്. 200 വർഷത്തോളം പഴക്കമുള്ള ഈ ഗ്രാമത്തിൽ 72ഓളം കുടുംബങ്ങളാണ് താമസിച്ചിരുന്നത്. വിവിധ ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലുള്ള യുദ്ധം ഒഴിവാക്കാനായിരുന്നു ഗ്രാമവാസികളുടെ പൂർവികർ ഇവിടെ താമസമുറപ്പിച്ചത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ വരെ ഗ്രാമത്തിൽ നിന്ന് പുറം ലോകത്തേക്കുള്ള ഏക വഴി എന്നത് ഈ അപകടം പിടിച്ച ഗോവണിയിലൂടെ പിടിച്ചു കയറുക എന്നത് മാത്രമായിരുന്നു. ഈ യാത്രയിൽ ഗ്രാമീണരും ടൂറിസ്റ്റുകളും അടക്കം 8 പേർ താഴെ വീണ് മരിച്ചിട്ടുണ്ട് എന്നാണ് കണക്ക്. 2020-ൽ ചൈനീസ് സർക്കാർ അതുലിയറിലെ ഭൂരിഭാഗം നിവാസികളെയും ഷാവോജുവിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി താമസിപ്പിക്കുകയായിരുന്നു. ഡ്രീന റിവർ ഹൗസ്. നദിക്കരയിലെ ആ പാറപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന വീടാണ് ഡ്രീന റിവർ ഹൗസ്. 40 വർഷമായിട്ടും സെർബിയയിലെ ഡ്രീന നദിയിൽ വലിയ കേടുപാടുകളൊന്നും സംഭവിക്കാതെ തലയുയർത്തി നിൽക്കുകയാണ് ഈ വീട്. താര നാഷണൽ പാർക്കിനുള്ളിലാണ് നദിക്കരയിലെ ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ സ്ഥലമാണ് ഇവിടം. ചുറ്റും കൊടുംകാടാണ് ഇവിടെ. 1968-ലാണ് ഈ വീട് നിർമ്മിക്കുന്നത്. ഒരു സംഘം യുവാക്കൾ അവധിക്കാലം ആഘോഷിക്കാനായി ഇവിടെ എത്തിയപ്പോൾ ഈ പാറപ്പുറത്ത് സമയം ചിലവിടുകയും വേനൽക്കാലത്ത് ഒത്തുകൂടാൻ എന്തുകൊണ്ടൊരു ചെറിയ വീട് നിർമ്മിച്ചുകൂടാ എന്ന് ചിന്തിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ വീടിൻ്റെ ജനനം. ഇത് ഇപ്പോഴും ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്നതുകൊണ്ട് തന്നെ കാണികൾക്ക് ഇപ്പോഴും ഇതിനുള്ളിലേക്ക് പ്രവേശനമില്ല. പുറത്തുനിന്നും ഡ്രീന നദിയുടെയും വീടിൻ്റെയും സൗന്ദര്യം ആസ്വദിക്കാമെന്ന് മാത്രം. മൗണ്ട് ഫാൻജിങ്. യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥാനങ്ങളുടെ നിരയിലേക്ക് ഏറ്റവും പുതുതായി ചേർക്കപ്പെട്ട ഒരു പ്രകൃതിദത്ത അത്ഭുതങ്ങളിൽ ഒന്നാണ് മൗണ്ട് ഫാൻജിങ്. ചൈനീസ് ബുദ്ധിസ്റ്റുകൾക്കിടയിൽ പ്രഥമ സ്ഥാനമുള്ള ഈ കൊടുമുടി തെക്കു പടിഞ്ഞാറൻ ചൈനയിലെ വുളിങ് പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബുദ്ധിസവുമായി ബന്ധപ്പെട്ട കൃതികളിൽ പരാമർശിക്കുന്ന ഭാവി ബുദ്ധനായ മൈത്രേയ ബുദ്ധന്റെ ബോധോദയ സ്ഥാനമാണ് ഇതെന്നാണ് വിശ്വാസം. ബ്രാഹ്മയുടെ ശുദ്ധമായ ദേശം എന്നർത്ഥം വരുന്ന ഫാൻഷ്യൻ ജിങ്തു എന്നതിൻ്റെ ചുരുക്കമാണ് ഫാൻജിങ്. 2 മുതൽ 65 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപുള്ള ടെർഷ്യറി കാലഘട്ടത്തിൽ രൂപപ്പെട്ടതാണ് ഈ കൊടുമുടിയെന്ന് കരുതപ്പെടുന്നു. ഫാൻജിങ് ഷാൻ കൊടുമുടിയിൽ നിന്നുള്ള സ്വർഗതുല്യമായ കാഴ്ചകളാണ് സഞ്ചാരികളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്ന മറ്റൊരു ഘടകം. 3 കൊടുമുടികൾ ഇവിടെയുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 2572 മീറ്റർ ഉയരത്തിൽ ഫെങ്വാൻ പർവ്വതത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗോൾഡൻ സമ്മിറ്റാണ് ഇവയിൽ ഏറ്റവും ഉയരം കൂടിയത്. കാസഡോ പെനേഡോ എന്നറിയപ്പെടുന്ന ഈ വീട് പോർച്ചുഗലിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാസഡോ പെനേഡോ എന്നാൽ ഹൗസ് ഓഫ് റോക്ക് എന്നാണ് അർത്ഥം. വടക്കേ പോർച്ചുഗലിൽ പാരിഷ് ഓഫ് വാർസിയ കോവ എന്ന സ്ഥലത്താണ്
ഈ വിചിത്രമായ വീട് സ്ഥിതി ചെയ്യുന്നത്. ഒരു മലയുടെ മുകളിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നാണ് നിൽക്കുന്നത്. 4 വലിയ പാറക്കഷ്ണങ്ങൾക്കിടയിലാണ് ഈ വീട് പണിതിരിക്കുന്നത്. വീടിൻ്റെ മേൽക്കൂരയും ചുവരുമെല്ലാം ഈ കല്ലുകളാണ്. 1972 ആരംഭിച്ച വീടിൻ്റെ നിർമ്മാണം 1974 പൂർത്തീകരിക്കുകയായിരുന്നു. ആദ്യകാലങ്ങളിൽ ഈ വീടിൻ്റെ ഉടമസ്ഥൻ ഇതൊരു വിശ്രമ കേന്ദ്രമായാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ ഇത് ചെറിയൊരു മ്യൂസിയമാണ്. മെറ്റിയോറ മൊനസ്റ്ററീസ്, കുത്തനെ ഉയർന്നു നിൽക്കുന്ന പാറക്കെട്ടുകൾക്ക് മുകളിലായി പണിതുയർത്തിയ ആശ്രമങ്ങൾ, അതാണ് മെറ്റിയോറ. ഗ്രീസിലെ പൗരസ്ത്യ ഓർത്തഡോക്സ് സഭയുടെ സന്യാസി മഠ സമുച്ചയങ്ങളാണിത്. 600 മീറ്ററിലധികം ഉയരത്തിൽ നിൽക്കുന്ന പാറകളിലാണ് ഈ ആശ്രമങ്ങളുള്ളത്. ഗ്രീസിലെ കലബാക്ക പട്ടണത്തിൽ നിന്ന് ഏതാനും കിലോമീറ്റർ വടക്കു പടിഞ്ഞാറായി തെസ്സാലി സമതലങ്ങളിലാണ് ഈ പാറക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്നത്. 9ാം നൂറ്റാണ്ടിനോട് അടുപ്പിച്ചാണ് മെറ്റോറയുടെ ചരിത്രം ആരംഭിക്കുന്നതെന്ന് പറയാം. ഈ സമയത്തോടെ അടുപ്പിച്ചാണ് ഗ്രീസിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒരു കൂട്ടം സന്യാസിമാർ ഇവിടെ എത്തുന്നത്. ദൈവത്തോട് അടുക്കുവാനായി ആ പാറക്കെട്ടുകളുടെ ഇടയിലും വിള്ളലുകളിലും ഇടകളിലും സ്ഥലം കണ്ടെത്തി വാസം ആരംഭിച്ചു. ശത്രുക്കളുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടുക എന്ന ലക്ഷ്യവും ഇതിനുണ്ടായിരുന്നു. പിന്നീട് 16ാം നൂറ്റാണ്ടിൻ്റെ തുടക്കകാലത്തിൽ ഇത്തരത്തിൽ പാറക്കെട്ടുകൾക്കിടയിൽ ഏകദേശം 20 സന്യാസി മഠങ്ങൾ വരെ നിർമ്മിക്കപ്പെട്ടു. ഏതായാലും ഒരത്ഭുതമായി ഇന്നും ഇത് നിലകൊള്ളുന്നു. കൂബർപെടി, ഭൂമിക്ക് മുകളിൽ മനുഷ്യൻ പണിതുവച്ചിട്ടുള്ള നിരവധി അതുല്യമായ സ്ഥലങ്ങളുണ്ട്. അതുപോലെ ഭൂമിക്കടിയിലും മനുഷ്യർ പലതും പണിതിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ഭൂഗർഭ നഗരമാണ് കൂബർപെടി. ഭൂഗർഭ ആവാസ വ്യവസ്ഥയ്ക്ക് പേരുകേട്ട നഗരമാണിത്. ഇവിടെ ഭൂരിപക്ഷം ആളുകളും ഭൂമിക്കടിയിലാണ് താമസിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ രത്നശേഖരം ഈ പ്രദേശത്തായിരുന്നു അത്രേ. അതിനാൽ ഈ പ്രദേശത്തിന് ലോകത്തിൻ്റെ രത്ന തലസ്ഥാനം അഥവാ ഓപ്പൽ ക്യാപിറ്റൽ എന്നും വിളിപ്പേരുണ്ട്. അങ്ങനെ രത്നങ്ങൾക്ക് പേരുകേട്ട പ്രദേശത്ത് ഖനന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു. പിന്നീട് അങ്ങോട്ട് 100 വർഷത്തോളം ഇവിടെ രത്നഖനന പ്രവർത്തനങ്ങൾ നടന്നിരുന്നു അത്രേ. ഇതിനിടെ ജോലി ചെയ്യുന്നവർ ഭൂമിക്കടിയിൽ തന്നെ ഗുഹകൾ തീർത്ത് താമസം തുടങ്ങി. ഇന്ന് ഏതാണ്ട് 2500ഓളം പേരാണ് ഇവിടെ താമസിക്കുന്നത്. മറ്റ് പട്ടണങ്ങളിലെ പോലെ കടകളും പള്ളിയും ഹോട്ടലും പുസ്തകശാലകളും മാളുകളുമെല്ലാം ഇവിടെയുമുണ്ട്. എന്നാൽ എല്ലാം ഭൂമിക്കടിയിലാണെന്ന് മാത്രം. പോണ്ടെ വെക്യോ, ഇറ്റലിയിലെ ഒരു അത്ഭുതപ്പെടുത്തുന്ന പാലമാണിത്. ഇറ്റലിയിലെ ഫ്ലോറൻസിലെ അർണോ നദിക്ക് മുകളിലായിട്ടാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. സത്യത്തിൽ ഇതൊരു മിനി ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണെന്ന് തന്നെ പറയാം. ഇത് കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇത്രയും ഭാരമൊക്കെ വന്നാൽ പാലം പൊളിഞ്ഞ് താഴേക്ക് വീഴില്ലേ എന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ പാലം 100ഓളം വർഷങ്ങളായി ഇത്തരത്തിൽ തന്നെ തലയെടുപ്പോടെ നിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. ഒരുപാട് യുദ്ധങ്ങൾ സർവൈവ് ചെയ്ത ബ്രിഡ്ജ് കൂടിയാണിത്. 2ാം ലോക മഹായുദ്ധത്തിൻ്റെ കാലത്ത് നാസികൾ ഫ്ലോറൻസിലെ പാലങ്ങൾ മുഴുവൻ പൊളിച്ചടുക്കിയപ്പോൾ അവർ ഈ പാലം മാത്രം ഒന്നും ചെയ്തിരുന്നില്ലത്രേ. ഏതായാലും ഈ ഒരു പാലത്തിൻ്റെ മുകളിലായി നിങ്ങൾക്കൊരു ഷോപ്പിടാൻ അവസരം ലഭിച്ചാൽ നിങ്ങളത് ചെയ്യുമോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഏതായാലും ഇക്കൂട്ടത്തിൽ നിങ്ങളെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ നിർമ്മിതി ഏതാണെന്നും കമൻറ്റ് ചെയ്യാൻ വിട്ടുപോകരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.